ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദാറുൽ ഹിദായ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിക്കൊണ്ട് ഒരു സ്വാഗതം അറിയിക്കുകയാണ്. ഈ ചാനലിലൂടെ ഇന്നു മുതൽ ഇംഗ്ലീഷ് ഭാഷ വളരെ ഫ്ലുവൻസി ആയിട്ട് എളുപ്പത്തിൽ സംസാരിക്കാനുള്ള അടിസ്ഥാനമായിട്ടുള്ള അഥവാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനൽ ഇടുന്ന പുതു നോളജ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇംഗ്ലീഷ് ചർച്ച ചെയ്യുമ്പോൾ അത്യാവശ്യമായ കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകളെ നാം കുറച്ച് കാറ്റഗറികളായിട്ട് അഥവാ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ 4 കാറ്റഗറിയിലായിട്ട് ഇന്നിവിടെ ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 കാറ്റഗറി തന്നെ നിങ്ങൾ വളരെ സൂക്ഷ്മമായി സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏകദേശമെല്ലാം ഇംഗ്ലീഷ് പഠിക്കുവാനും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ്സ് ചെയ്യുവാനും വളരെയധികം എളുപ്പമാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നത് പേഴ്സണൽ പ്രൊണൗൺ എന്നാണ്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നത് പേഴ്സണൽ പ്രൊണൗൺ. ഇത് സ്വന്തത്തെ അറിയിക്കുവാൻ ഉള്ള ഒരു കാറ്റഗറിയാണ്. ഇതിൽ വരുന്ന വാക്കുകൾ ഞങ്ങൾക്ക് നോക്കാം. ഐ, ഞാൻ, യു, നിങ്ങൾ, ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, ഇത്, ദേ, അവർ, വി, ഞങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഐ, ഞാൻ, യു, നിങ്ങൾ, ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, ഇത്, അത് രണ്ടും ഉപയോഗിക്കാം. ദേ, അവർ, വി, ഞങ്ങൾ. ഇതാണ് ആദ്യത്തെ കാറ്റഗറിയിൽ ഉൾക്കൊള്ളുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറിയിൽ പോകാം. അതിൽ പറയുന്നത് പൊസസീവ് പ്രൊണൗൺ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, പൊസസീവ് പ്രൊണൗൺ ഇത് ഉടമസ്ഥതയെ അറിയിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് നോക്കാം. ഹെർ, അവളുടെ, ഹിസ്, അവൻ്റെ, മൈ, എൻ്റെ, യുവേഴ്സ്, നിങ്ങളുടെ അഥവാ നിൻ്റെ രണ്ടും ഉപയോഗിക്കാം. അവേഴ്സ്, നമ്മുടെ, നമ്മുടേത്, ദേഴ്സ്, അവരുടേത്. ഇതാണ് പൊസസീവ് പ്രൊണൗൺസ്. ഹെർ, അവളുടെ, ഹിസ്, അവൻ്റെ, മൈ, എൻ്റെ, യുവേഴ്സ്, നിങ്ങളുടെ അല്ലെങ്കിൽ നിൻ്റെ, അവേഴ്സ്, നമ്മുടേത്, ദേഴ്സ്, അവരുടേത്. ഇതാണ് പൊസസീവ് പ്രൊണൗൺസ്, സെക്കൻഡ് കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് ഞങ്ങൾ കടക്കുകയാണെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊണൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഓരോ കാര്യത്തിനെയും പോയിൻ്റ് ചെയ്ത് പറയുവാൻ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ. ഇത് വളരെയധികം സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്. ദീസ്, ഇത്, ദാറ്റ്, അത്, ദീസ്, ഇവ, ദോസ്, അവ. ഇതിൻ്റെ എളുപ്പമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ദീസ് എന്നുള്ളത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂരലാണ് ദീസ്. അതിനുശേഷം ദാറ്റ് എന്നുള്ളത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂരലാണ് ദോസ്. അപ്പോൾ ഈ മൂന്നാമത്തെ കാറ്റഗറി കുറച്ച് എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെയധികം സുഖകരമായിട്ട് തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വാക്കുകൾ തന്നെയാണ്. ഇനി നാലാമത്തെ കാറ്റഗറി വളരെ അത്യാവശ്യമാണ്. നാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നാലാമത്തെ കാറ്റഗറി. അപ്പോൾ ഈ ഒരു കാറ്റഗറി നിങ്ങൾ നിർബന്ധമായി ശ്രദ്ധിക്കുക, സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പോൾ WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് നാലാമത്തെ കാറ്റഗറി. ശ്രദ്ധിക്കണം, WH ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇതിൽ വരുന്ന വാക്കുകൾ ഹു, ആര്, വേർ, എവിടെ, വാട്ട്, എന്ത്, വെൻ, എപ്പോൾ, ഹൗ, എങ്ങനെ, വിച്ച്, ഏത്, വൈ, എന്തുകൊണ്ട്, ഹൂസ്, ആരുടെ, ഹൗ മച്ച്, എത്രമാത്രം, ഹൗ മെനി, എത്ര എണ്ണം. ഓക്കെ, ഇതിൽ ഹൗ മച്ച് എന്നുള്ളത് അൺകൗണ്ടബിളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഹൗ മെനി എന്നുള്ളത് കൗണ്ടബിളായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് എണ്ണാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് ഹൗ മച്ച് ആണ് ഉപയോഗിക്കാറ്. എണ്ണാൻ കഴിയുന്നതിനെ ഹൗ മെനി എന്നുള്ളത് കൊണ്ടാണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യുമ്പോൾ ബേസിക് ആയി ഉപയോഗിക്കുന്ന വേർഡ്സുകൾ. ഈ വാക്കുകൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ ഈ വീഡിയോ കണ്ട മുതൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് പഠിക്കുവാനും അതുപോലെ തന്നെ ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും സാധിക്കുമെന്ന് 100% ഉറപ്പാണ്. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് സാധിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു ടെൻസിൽ അല്ലെങ്കിൽ അടുത്ത ഒരു
പാർട്ട് 2-ൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് അല്ലെങ്കിൽ അറിയിച്ചു തരാൻ പോകുന്നത് ടെൻസുകളെ കുറിച്ചാണ്. അപ്പോൾ ആ വീഡിയോവും നിങ്ങൾ തീർച്ചയായും കാണുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനൽ ഇടുന്ന പുതു നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.